السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അറാഫ് 137 മുതലുള്ള വചനങ്ങളിലേക്ക്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഥമ സംബോധിതർ മക്ക നിവാസികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയ്ക്ക് മുമ്പാണ് ഈ സൂറ അവതരിക്കുന്നത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അനുയായികളായി ഉണ്ടായിരുന്നത് 200-ൽ താഴെ വരുന്ന വിശ്വാസികൾ മാത്രമാണ്. അവർ ശത്രുക്കളിൽ നിന്നും കടുത്ത പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന സന്ദർഭം കൂടിയാണത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രതിസന്ധിയിലും അള്ളാഹുവിൻ്റെ മാർഗം മുറുകെ പിടിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ചരിത്ര സംഭവങ്ങളാണ് അള്ളാഹു ഇവിടെ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഫിർഔനിൽ നിന്നും ഏറെ ക്ലേശങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനത, അവർ ക്ഷമിച്ചതിൻ്റെ ഫലമായി അള്ളാഹു അവർക്ക് നൽകാനിരിക്കുന്നത് വിശാലമായ ഒരു രാജ്യം, ഷാം എന്നത് ഇന്നത്തെ ലെബനാൻ, ഈജിപ്ത്, ഫലസ്തീൻ, സിറിയ തുടങ്ങിയവ എല്ലാം ചേരുന്ന വിശാലമായ ഒരു ദേശമാണ്. ഫിർഔനിൻ്റെ പതനത്തിലൂടെ അയാളുടെ അധികാര ശക്തിയെയും സാമ്രാജ്യത്തെയും എല്ലാം തകർത്തതിലൂടെ നിഴലിച്ചു നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ഏത് വിധേനയും തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന മക്ക മുശ്രിക്കുകൾക്കുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പും സൂചനകളുമാണ്. ഇസ്രായേൽ സന്തതികളുടെ പിതാക്കളുടെ ദേശമായ ഷാം അവർക്ക് തിരികെ നൽകുമെന്നും അവരെ നേതാക്കളാക്കുമെന്നും അള്ളാഹു ചെയ്ത വാഗ്ദാനമാണ്. ശത്രുക്കളെ നശിപ്പിക്കുമെന്നതും അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഫിർഔനിൻ്റെയും സംഘത്തിൻ്റെയും പതനത്തെ തുടർന്ന് അവരുടെ പ്രതാപത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടയാളപ്പെടുത്തലുകളായിരുന്ന സൗധങ്ങളും മറ്റ് നിർമ്മിതികളും നോക്കുവാനോ സംരക്ഷിക്കുവാനോ ആളില്ലാതെ ഒക്കെയും തകർന്നടിയുകയായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമയെയും ഹാറൂൻ നബി അലൈഹിസ്സലാമയെയും ഇസ്രായേൽ സന്തതികളും ചെങ്കടൽ കടന്ന് സിറിയയിലേക്ക് യാത്രയായി. തുടർന്ന് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون. അടിച്ചൊതുക്കപ്പെട്ടിരുന്ന ആ ജനതയ്ക്ക് നാം അനുഗ്രഹിച്ച് കിഴക്കും പടിഞ്ഞാറുമുള്ള ആ ഭൂപ്രദേശങ്ങൾ നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇസ്രായേൽ സന്തതികളിൽ അവർ ക്ഷമിച്ചതിൻ്റെ ഫലമായി താങ്കളുടെ രക്ഷിതാവിൻ്റെ ഉത്തമമായ വചനം നിറവേറുകയും ഫിർഔനും അവൻ്റെ ജനതയും നിർമ്മിച്ചു കൊണ്ടിരുന്നതും അവർ കെട്ടിയുയർത്തിയിരുന്നതും നാം തകർത്ത് കളയുകയും ചെയ്തു. وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون. ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തി രക്ഷപ്പെടുത്തി. എന്നിട്ട് തങ്ങളുടെ ബിംബങ്ങളുടെ മുമ്പാകെ ഭജനമിരിക്കുന്ന ഒരു ജനതയുടെ അടുക്കൽ അവർ ചെന്നെത്തി. അവർ പറഞ്ഞു, ഹേ മൂസ, ഇവർക്ക് ദൈവമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യനെ നീ ഏർപ്പെടുത്തി തരണം. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജനവിഭാഗമാകുന്നു. ഇന്ന ഹൗലാഇ മുത്തബ്ബറും മാഹും ഫീഹി വബാതിലും മാ കാനൂ യഅമലൂൻ. തീർച്ചയായും ഈ കൂട്ടർ എന്തൊന്നിൽ നിലകൊള്ളുന്നുവോ അത് നശിപ്പിക്കപ്പെടുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നിഷ്ഫലമാകുന്നു.
قال أغير الله أبغيكم إلها وهو فضلكم على العالمين. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരെയാണോ ഞാൻ നിങ്ങൾക്ക് ആരാധ്യനായി അന്വേഷിക്കേണ്ടത്? അവനാകട്ടെ നിങ്ങളെ ലോകരിൽ വെച്ച് ഉത്കൃഷ്ടരാക്കിയിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമയും സംഘവും യാത്രാമധ്യേ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ പശുവിൻ്റെ ആകൃതിയിലുള്ള ബിംബങ്ങളുണ്ടാക്കി അവയെ ആരാധിക്കുന്ന ചില ആളുകളെ അവർ കണ്ടു. അപ്പോൾ ഇസ്രായേല്യർക്കും ഒരു മോഹം, അങ്ങനെ ഒരു ബിംബത്തെ കിട്ടിയാൽ തങ്ങൾക്കും ആരാധിക്കാമായിരുന്നു. അവർ മൂസാ അലൈഹിസ്സലാമയോട് അത് തുറന്നു പറഞ്ഞു. കടൽ പിളരുക എന്ന വമ്പിച്ച ദിവ്യ ദൃഷ്ടാന്തവും അതിമഹത്തായ അമാനുഷിക ദൃഷ്ടാന്തങ്ങളും നേരിൽ കണ്ടതിൻ്റെ തൊട്ട് പിന്നാലെ തൻ്റെ ജനതയിൽ നിന്ന് ഇത്തരം ഒരു വർത്തമാനം കേൾക്കേണ്ടി വന്ന മൂസാ അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു. തൻ്റെ ജനതയുടെ നിലവാര തകർച്ചയോർത്ത് അദ്ദേഹത്തിന് നിരാശയും ദുഃഖവും തോന്നി. അദ്ദേഹം അവരെ വല്ലാതെ ശകാരിച്ചു. ശക്തമായ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് പിന്നിലുള്ള മൗഢ്യം അവർക്ക് വിവരിച്ചു കൊടുത്തു. വഇദ് അൻജയ്നാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബി യുഖത്തിലൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അളീം. നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിപ്പിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ കൊന്നൊടുക്കുകയും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്തുകൊണ്ടിരുന്ന ഫിർഔന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു കടുത്ത പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത്. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة. وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മൂസായ്ക്ക് നാം 30 രാത്രി നിശ്ചയിച്ചു കൊടുക്കുകയും 10 കൂടി ചേർത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് നിശ്ചയിച്ച 40 രാത്രിയുടെ സമയപരിധി പൂർത്തിയായി. മൂസ തൻ്റെ സഹോദരനായ ഹാറൂനോട് പറഞ്ഞു, എൻ്റെ ജനതയുടെ കാര്യത്തിൽ നീ എൻ്റെ പ്രാതിനിധ്യം വഹിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും കുഴപ്പക്കാരുടെ മാർഗം പിന്തുടരാതിരിക്കുകയും ചെയ്യുക. കൂടുതൽ ആത്മീയ വിശുദ്ധിയും ഹൃദയ സംസ്കരണവും നേടിയെടുക്കുവാനായി 30 നാൾ വ്രതമനുഷ്ഠിക്കാൻ മൂസാ നബി അലൈഹിസ്സലാമയോട് അള്ളാഹു നിർദ്ദേശിച്ചു. അദ്ദേഹം അത് പൂർത്തിയാക്കിയപ്പോൾ 10 ദിവസം കൂടി നോമ്പനുഷ്ഠിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ 40 നാൾ പൂർത്തിയാക്കി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവുമായി നേരിൽ സംസാരിക്കുവാനും വേദഗ്രന്ഥം ഏറ്റുവാങ്ങുവാനുമായി അള്ളാഹു നിർദ്ദേശിച്ച പർവ്വതത്തിലേക്ക് യാത്രയാവുകയാണ്. തൻ്റെ അസാന്നിധ്യത്തിൽ ജനങ്ങളുടെ കാര്യങ്ങൾ ശരിയാവണ്ണം നോക്കുവാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമയെ ചുമതലപ്പെടുത്തി. ولما جاء موسى لميقاتنا وكلمه ربه قال رب أرني أنظر إليك قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. നമ്മുടെ നിശ്ചിത സമയത്തിന് മൂസ വരികയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ മൂസ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് നോക്കി കാണട്ടെ. അള്ളാഹു പറഞ്ഞു, നീ എന്നെ കാണുകയില്ല തന്നെ, എന്നാൽ നീ ആ മലയിലേക്ക് നോക്കൂ,
അത് അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിന്നാൽ വഴിയേ നിനക്കെന്നെ കാണാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പർവ്വതത്തിന് വെളിപ്പെട്ടപ്പോൾ അതിനെ അവൻ പൊടിയാക്കി. മൂസ ബോധരഹിതനായി വീഴുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര പരിശുദ്ധൻ! ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാകുന്നു. قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي فخذ ما آتيتك وكن من الشاكرين. അള്ളാഹു പറഞ്ഞു, ഹേ മൂസ, എൻ്റെ സന്ദേശങ്ങൾ കൊണ്ടും എൻ്റെ നേരിട്ടുള്ള സംസാരം കൊണ്ടും തീർച്ചയായും നിന്നെ ഉത്കൃഷ്ടനായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ ഞാൻ നിനക്ക് നൽകിയത് സ്വീകരിക്കുകയും നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين. എല്ലാ കാര്യത്തെപ്പറ്റിയും നാം അദ്ദേഹത്തിന് പലകകളിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. അതായത് സതുപദേശവും എല്ലാ കാര്യത്തെപ്പറ്റിയുള്ള വിശദീകരണവും. നാം പറഞ്ഞു, അവയെ മുറുകെ പിടിക്കുകയും അവയിലെ വളരെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ നിന്റെ ജനതയോട് കൽപ്പിക്കുകയും ചെയ്യുക. ധിക്കാരികളുടെ പാർപ്പിടം വഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അത്യധികം ആകാംക്ഷയോടും ഹൃദയമിടിപ്പോടും മൂസാ നബി അലൈഹിസ്സലാം പർവ്വതത്തിലേക്ക് പോയി. അള്ളാഹുവിൻ്റെ സംസാരം അദ്ദേഹം ശ്രവിച്ചു. ആ സംസാരത്തിൻ്റെ മാധുരിയിൽ വല്ലാതെ ലയിച്ചു. അള്ളാഹുവോടുള്ള സ്നേഹം മൂസാ നബി അലൈഹിസ്സലാമയുടെ ഹൃദയത്തിൽ അനിർവചനീയമായ അനുഭൂതി സൃഷ്ടിച്ചു. അള്ളാഹുവെ ഒന്ന് നേരിൽ കാണാൻ കഴിയുക എന്നത് എത്രമാത്രം ആസ്വാദ്യകരവും ആനന്ദദായകവുമായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. പരിസരബോധം പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലായി മൂസ അലൈഹിസ്സലാം. അദ്ദേഹം അള്ളാഹുവോട് അപേക്ഷിച്ചു, എൻ്റെ രക്ഷിതാവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരണമേ. സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രഭാപൂരിതവും അനിർവചനീയവുമായ ആ മഹാസത്ത ദൗർബല്യങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾക്ക് ഗോചരീഭവിക്കില്ല എന്ന യാഥാർത്ഥ്യം പോലും മൂസാ നബി അലൈഹിസ്സലാം വിസ്മരിച്ചു പോകുന്നു. ഈ യാഥാർത്ഥ്യമാണ് മൂസ അലൈഹിസ്സലാമയുടെ ചോദ്യത്തിന് ഉത്തരമായി അള്ളാഹു നൽകുന്നത്. താങ്കൾക്ക് എന്നെ കാണാൻ കഴിയില്ല, അതിനുള്ള തെളിവും കാണിച്ചു തരാമെന്ന് അള്ളാഹു പറയുന്നു. അതാ ആ പർവ്വതം താങ്കളേക്കാൾ എത്രയോ ശക്തമാണത്. അതിലേക്ക് നോക്കുക. അത് തൽസ്ഥാനത്ത് ഉറച്ചു നിന്നാൽ താങ്കൾക്ക് എന്നെ കാണാം. അള്ളാഹുവിൻ്റെ നിർവചിക്കാൻ കഴിയാത്ത പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയ അംശം ആ പർവ്വതത്തിൽ പ്രത്യക്ഷമായപ്പോൾ അത് കിടുകിടെ വിറയ്ക്കുകയും തകർന്നു പോവുകയുമാണ് ഉണ്ടായത്. തൽക്ഷണം മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി നിലംപതിച്ചു. ബോധക്ഷയത്തിൽ നിന്നും ഉണർന്ന മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുകയും കൽപ്പിക്കപ്പെടാത്ത കാര്യം ചോദിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തൗറാത്ത് എന്ന വേദം മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു നൽകുന്നു. അതിലെ സന്ദേശങ്ങൾ മുറുകെ പിടിക്കുക. താങ്കളെ ജനങ്ങളിൽ ഉത്കൃഷ്ടനാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും നൽകി. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. ന്യായം കൂടാതെ
ഭൂമിയിൽ അഹങ്കാരം നടിച്ചുകൊണ്ടിരിക്കുന്നവരെ എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചു കളയുന്നതാണ്. എല്ലാ ദൃഷ്ടാന്തവും കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല. നേർമാർഗം കണ്ടാൽ അവർ അതിനെ മാർഗമായി സ്വീകരിക്കുകയില്ല. ദുർമാർഗം കണ്ടാൽ അവരത് മാർഗമായി സ്വീകരിക്കുകയും ചെയ്യും. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു കളയുകയും അവയെപ്പറ്റി അവർ അശ്രദ്ധരായിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണത്. വല്ലദീന കദ്ദബൂ ബിആയാതിനാ വലിഖാഇൽ ആഖിറതി ഹബിതത് അഅമാലുഹും ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ച് കളഞ്ഞവരാരോ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായിരിക്കുന്നു. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമല്ലാതെ അവർക്ക് നൽകപ്പെടുമോ? വത്തഖദ ഖൗമു മൂസാ മിൻ ബഅദിഹി മിൻ ഹുലിയ്യിഹിം ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ അലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും വലാ യഹ്ദീഹിം സബീലാ ഇത്തഖദൂഹു വകാനൂ ളാലിമീൻ. മൂസയുടെ ജനത അദ്ദേഹം പോയതിനു ശേഷം അവരുടെ ആഭരണങ്ങൾ കൊണ്ടുണ്ടാക്കിയ മുക്രയിടുന്ന ഒരു കാളക്കുട്ടിയുടെ സ്വരൂപത്തെ ദൈവമായി സ്വീകരിച്ചു. അത് അവരോട് സംസാരിക്കുകയില്ലെന്നും അവർക്ക് വഴി കാണിക്കുകയില്ലെന്നും അവർ കണ്ടില്ലേ? അതിനെ അവർ ദൈവമായി സ്വീകരിക്കുകയും അതോടെ അവർ അക്രമികളാവുകയും ചെയ്തിരിക്കുന്നു. വലമ്മാ സുഖിത ഫീ ഐദീഹിം വറഔ അന്നഹും ഖദ് ളല്ലൂ ഖാലൂ ലഇൻ ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർക്ക് ഖേദം തോന്നുകയും തങ്ങൾ വഴികേടിൽ ആയിരിക്കുന്നു എന്ന് അവർ കാണുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായിരിക്കും. വലമ്മാ റജഅ മൂസാ ഇലാ ഖൗമിഹി ഖളിബാന അസിഫൻ ഖാല ബിഅസ മാ ഖലഫ്തുമൂനി മിൻ ബഅദി അഅജിൽതും അംറ റബ്ബികും وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين. കുപിതനും ദുഃഖിതനുമായിക്കൊണ്ട് തൻ്റെ ജനതയിലേക്ക് മടങ്ങി വന്ന് മൂസ പറഞ്ഞു, ഞാൻ പോയ ശേഷം എൻ്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ച കാര്യം വളരെ നീചം തന്നെ. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കാട്ടിയോ? അദ്ദേഹം പലകകൾ താഴെയിടുകയും തൻ്റെ സഹോദരൻ്റെ തല പിടിച്ച് തൻ്റെ അടുക്കലേക്ക് വലിക്കുകയും ചെയ്തു. സഹോദരൻ പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ മകനെ, ജനങ്ങൾ എന്നെ ദുർബലനായി ഗണിച്ചു. അവരെന്നെ കൊന്നേക്കുമായിരുന്നു. അതിനാൽ എന്നോട് കയർത്തുകൊണ്ട് നീ ശത്രുക്കൾക്ക് സന്തോഷത്തിന് ഇടവരുത്തരുത്. അക്രമികളായ ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കണക്കാക്കുകയും ചെയ്യരുത്. قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين. മൂസ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ സഹോദരനും നീ പുറത്തു തരികയും ഞങ്ങളെ നീ നിന്റെ കാരുണ്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. നീ പരമകാരുണികനാണല്ലോ. ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലതുൻ ഫിൽ ഹയാത്തിദ് ദുനിയാ വകദാലിക നജ്സിൽ മുഫ്തരീൻ.
കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചവരാരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കോപവും ഐഹിക ജീവിതത്തിൽ നിന്ദ്യതയും വന്നു ഭവിക്കുന്നതാണ്. കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത് അപ്രകാരമാണ്. വല്ലദീന അമലു സയ്യിആതി സുമ്മ താബൂ മിൻ ബഅദിഹാ വആമനൂ ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. എന്നാൽ തിന്മകൾ പ്രവർത്തിക്കുകയും എന്നിട്ട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് അതിനുശേഷം ഏറെ പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവനാകുന്നു. തൗറാത്ത് എന്ന വേദം സ്വീകരിക്കുവാനായി സീനാ പർവ്വതത്തിലേക്ക് പോയ മൂസ അലൈഹിസ്സലാമയുടെ അസാന്നിധ്യത്തിൽ സാമിരി എന്ന വ്യക്തി ആ ജനതയിൽ നിന്ന് സ്വരൂപിച്ച സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് ഒരു പശുക്കുട്ടിയെ നിർമ്മിക്കുകയും ഇതാണ് നിങ്ങളുടെ ദൈവം, ഇതിനെയാണ് ആരാധിക്കേണ്ടത് എന്നും ആ സമൂഹത്തോട് പറഞ്ഞു. അവരതിനെ ആരാധിക്കാനും അതിനു മുന്നിൽ ഭജനമിരിക്കാനും തുടങ്ങി. ഹാറൂൻ നബി അലൈഹിസ്സലാം അതിനെ എതിർക്കുകയും അവരെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അവർ ധിക്കരിക്കുകയായിരുന്നു. തിരികെ എത്തിയ മൂസ അലൈഹിസ്സലാം കണ്ട കാഴ്ചകൾ അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. കോപം നിയന്ത്രിക്കാൻ കഴിയാതെ അദ്ദേഹം സഹോദരൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. എന്തുകൊണ്ട് തടഞ്ഞില്ല? ഹാറൂൻ അലൈഹിസ്സലാം തൻ്റെ നിസ്സഹായത തുറന്നു പറഞ്ഞു. അവർ എന്നെ വധിച്ചേക്കുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം മാപ്പിനായി അള്ളാഹുവോട് കേണപേക്ഷിച്ചു. കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കോപവും ഐഹിക ജീവിതത്തിൽ നിന്ദ്യതയും വന്നു ഭവിക്കുന്നതാണെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. എന്നാൽ തിന്മകൾ പ്രവർത്തിക്കുകയും ശേഷം പശ്ചാത്തപിക്കുകയും വിശ്വാസം നന്നാക്കി തീർക്കുകയും ചെയ്തവർക്ക് ഏറെ പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുന്നവനുമാകുന്നു അള്ളാഹു എന്ന സന്തോഷ വാർത്തയും നൽകുന്നു. സൂറത്തുൽ അറാഫ് 137 മുതൽ 153 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 154 മുതൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.